നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ അൽ നസറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അൽ ഖാദിസിയെയാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു അൽ നസറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. മത്സരത്തിൽ ആദ്യം ലീഡ് കരസ്ഥമാക്കിയത് അൽ നസർ ആയിരുന്നു. എന്നാൽ പിന്നീട് അൽ ഖാദിസിയ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈയൊരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തോടൊപ്പം സൂപ്പർ താരമായ സാഡിയോ മാനെയും അതുപോലെ തന്നെ ഗരീബും ഒക്കെ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ മത്സരത്തിൽ അൽ നസറിന് വേണ്ടി ആദ്യ ഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 32ാമത്തെ മിനിറ്റിൽ ബോക്സിലെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ സിമാക്കാന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു റൊണാൾഡോയുടെ ഗോൾ പിറന്നത്. 37ാമത്തെ മിനിറ്റിൽ കിനോനസ് അൽ ഖാദിസിയക്ക് വേണ്ടി സമനില ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു. മാത്രമല്ല മത്സരത്തിന്റെ 50ാം മിനിറ്റിൽ സൂപ്പർ താരം ഒബമയാങ് നേടിയ ഗോളാണ് അൽ ഖാദിസിയക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. അൽ നസർ പ്രതിരോധ നിരയുടെ ഒരു പിഴവുകളിൽ നിന്നാണ് ഈ ഗോളുകളൊക്കെ പിറന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഗോളിന്റെ ബലത്തിൽ പിന്നീട് അൽ ഖാദിസിയ വിജയിച്ച് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത് അൽ നസർ തന്നെയായിരുന്നു. ആകെ 20 ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫിനിഷിങ്ങിലെ പിഴവുകൾ അവർക്ക് തിരിച്ചടിയായി. കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. നിലവിൽ പോയിന്റ് പട്ടികയിൽ അൽ നസർ 3ാം സ്ഥാനത്താണ് ഉള്ളത്. ഈ സീസണിലെ സൗദി അറേബ്യൻ ലീഗിലെ ആദ്യത്തെ തോൽവിയാണ് ഇപ്പോൾ അൽ നസറിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 11 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റാണുള്ളത്. അതേസമയം ഇത്രയധികം പോയിന്റുള്ള അൽ ഖാദിസിയ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.